നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മകുമാറിനെ ചാവേറാക്കാനുള്ള നീക്കങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്നത് പത്മകുമാർ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദൈവതുല്യൻ എന്ന വാക്ക് ഉപയോഗിച്ചതും ഇതേ പത്മകുമാറാണ്. അവിടെ നിന്ന് ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തിലേക്ക് കടക്കുകയായിരുന്നു SIT. ഇപ്പോഴും 14 ദിവസത്തേക്ക് റിമാൻഡ് കാലാവധി നീട്ടിയ ശേഷം പത്മകുമാർ കോടതിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദ്യവുമായി എത്തി. കടകംപള്ളി സുരേന്ദ്രനാണോ ഈ ദൈവതുല്യൻ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ മറുപടി പറയാതെ കുറച്ചൊരല്പം മുന്നോട്ട് പോയതിനു ശേഷം എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നാണ് ഈ പത്മകുമാർ പറഞ്ഞത്. അതിനുശേഷം വീണ്ടും ആവർത്തിച്ച് കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന് എടുത്തെടുത്ത് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഏതായാലും ശവന്തീനികളല്ല എന്ന മറുപടിയാണ് പത്മകുമാർ നൽകിയത്. ഈ ശവന്തീനികളല്ല എന്ന് ഉദ്ദേശിച്ചത് കടകംപള്ളിയെയാണോ, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ, അതോ ഇനി പാർട്ടിക്കാരെയാണോ, ഗോവിന്ദമാഷിനെയാണോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇത് കേൾക്കുന്ന പലരും ചോദിക്കുന്നുണ്ട്. അതോ ഇനി മാധ്യമപ്രവർത്തകരെ തന്നെയാണോ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കാത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു കോടതിയുടെ വിധി പോലും വരുന്നതിന് മുൻപേ പലരുടെയും പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇവിടെ മാധ്യമങ്ങൾ തന്നെയാണ്. ഇതേ മാധ്യമങ്ങളെയാണോ പത്മകുമാർ ഉദ്ദേശിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഇത്രയും നാളും ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ എപ്പോഴും ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പത്മകുമാർ. തീർച്ചയായും പത്മകുമാർ സാറ് ഇങ്ങനെ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ പെടും എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന രാഹുൽ ഈശ്വർ പറയുന്ന വാക്കുകൾ നമ്മൾ ഇവിടെ ഒന്ന് എടുത്തു പറയേണ്ടത്. അതായത് പത്മകുമാറിന് പല കാര്യങ്ങളും അറിയാം, പക്ഷെ അത് SIT തന്നെ കണ്ടുപിടിക്കട്ടെ, അന്വേഷണ സംഘം തന്നെ കണ്ടുപിടിക്കട്ടെ. അതും കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അയ്യപ്പൻ തന്നെ തെളിയിച്ചു കൊള്ളുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പത്മകുമാർ പറയുകയാണ്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പത്മകുമാറിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ദേവസ്വം ബോർഡ് ഒരു ബോർഡ് ആവുമ്പോൾ എങ്ങനെ താൻ മാത്രം കുറ്റക്കാരനാകും, മറ്റുള്ള അംഗങ്ങൾ എന്തുകൊണ്ട് കുറ്റക്കാരനാകുന്നില്ല? താൻ കുറ്റക്കാരനാവുകയാണെങ്കിൽ മറ്റുള്ള അംഗങ്ങളും കുറ്റക്കാരൻ തന്നെയാണ്, എന്തുകൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന ഹൈക്കോടതിയിൽ ചോദിച്ച ചോദ്യം പത്മകുമാറിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുമാണ് ഇന്ന് ബാക്കിയുള്ള വിജയകുമാർ അടക്കമുള്ള അവരെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ ശങ്കർദാസ് അടക്കമുള്ളവരെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഒക്കെ ചെയ്ത ഈ പത്മകുമാറിന്റെ ചോദ്യത്തിൽ നിന്നും ഹൈക്കോടതിയുടെ മറുചോദ്യത്തിൽ നിന്നുമൊക്കെയാണ് ഈ അന്വേഷണം ഈ ഒരു വഴിയിലേക്ക് കൂടി കടക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായി തന്നെയാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്മകുമാറിന് കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാം. വളരെ സ്റ്റേൺ ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും നിലപാടെടുത്തിരിക്കുകയാണ് പത്മകുമാർ ഈ ഒരു വിഷയത്തിൽ. തീർച്ചയായും പത്മകുമാറിന്റെ ഈ ഒരു സംസാരം അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 14 ദിവസത്തേക്ക് കൂടി പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ചാവേറാകാൻ തൽക്കാലം താൻ തയ്യാറല്ല എന്നുള്ള രീതി തന്നെയാണ് എല്ലാ തരത്തിലും ഈ ഒരു അഭിപ്രായത്തിൽ. ഏതായാലും അയ്യപ്പൻ നോക്കിക്കോളും, ശരിയാണ്, അയ്യപ്പൻ നോക്കട്ടെ. പത്മകുമാർ അടക്കമുള്ള തെറ്റ് ചെയ്തിട്ടുള്ളവർ എല്ലാവരും അത് കൃത്യമായി തന്നെ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ മലയാളികളുടെയും ആവശ്യം.